Hello all, welcome back to TOS Academy. ജൂലൈ സെഷൻ സെറ്റ് എക്സാം എടുക്കാറായി. ഇന്ന് നമ്മൾ ഇവിടെ സെറ്റ് പേപ്പർ ടു ബോട്ടണി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും വന്ന കുറച്ച് കോമൺ ഏരിയാസും ആൻഡ് കോമൺ ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിപ്പീറ്റഡ് ഏരിയാസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, റാപ്പിഡ് റിവിഷൻ വീഡിയോസ് ഒക്കെ ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ വീഡിയോസും കൂടെ റെഫർ ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ഈ വീഡിയോയിലൂടെ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ടോസ് അക്കാഡമി ടീച്ചിങ് ബേസ്ഡ് എക്സാംസിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ബെസ്റ്റ് ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. സെറ്റ്, KTET, CTET, HSST, VHSC, NET, HSA, LP UP എക്സാംസ് ആൻഡ് അതർ PSC എക്സാംസിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രൗഡ് ആസ്പിരൻസിന് മികച്ച കോച്ചിങ്ങിലൂടെ എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു റിമൈൻഡർ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത HSST എക്സാമിന് നോട്ടിഫിക്കേഷൻ വരും. HSST കോച്ചിങ് ടോസ് അക്കാഡമിയിൽ ഉടനെ തന്നെ ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ എല്ലാവരും സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും വേണം. സെറ്റ് പേപ്പർ ടു ബോട്ടണിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ഏരിയാസിനെ പറ്റിയുള്ള വീഡിയോസ് ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ഥിരമായിട്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ചില കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടൈം ഇല്ല. സോ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന 5 ഏരിയാസ് ഏതെല്ലാമാണ്, ആ ഏരിയാസിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ജീനസ് ഓർ കോമൺ നെയിം. അതായത് ഒന്നല്ലെങ്കിൽ കോമൺ നെയിം തന്നിട്ട് നമുക്ക് ജീനസ് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ജീനസ് നെയിം തന്നിട്ട് കോമൺ നെയിം ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഫെബ്രുവരി 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പഫ് ബോൾ ഫംഗസ് ഇസ്. അപ്പൊ പഫ് ബോൾ എന്ന് പറയുന്നത് ഒരു കോമൺ നെയിം ആണ്. അത് ഏത് ജീനസിന്റെ കോമൺ നെയിം ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തത് അഗാരിക്കസ് ആണ്. അഗാരിക്കസ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ നെയിം എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ബട്ടൺ മഷ്റൂം. ബട്ടൺ മഷ്റൂമിന്റെ കോമൺ നെയിം ആണ് ജീനസ് നെയിം ആണ് നമ്മുടെ അഗാരിക്കസ് എന്നുള്ളത്. അടുത്തത് യൂസ്റ്റിലാഗോ ആണ്. യൂസ്റ്റിലാഗോ എന്ന് പറയുന്നത് സ്മട്ട് ഫഞ്ചൈകളുടെ ജീനസ് നെയിം ആണ് യൂസ്റ്റിലാഗോ. ഇനി അടുത്തത് മോർച്ചെല്ലയാണ്. മോർച്ചെല്ല ജീനസിനെ പറയുന്ന കോമൺ നെയിം ആണ് മോറൽസ്. മോറൽസ് എന്ന് പറയുന്ന കോമൺ നെയിമിൽ വരുന്ന ജീനസുകളാണ് മോർച്ചെല്ല. ഇനി ദ ലാസ്റ്റ് വൺ ഇസ് ലൈക്കോപെർഡോൺ. ലൈക്കോപെർഡോണിനെയാണ് പഫ് balls എന്ന് പറയുന്നത്, പഫ് ബോൾ ഫഞ്ചൈ. സോ ഹിയർ വി ഹാവ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അടുത്തത് ജൂലൈ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ബേർഡ്സ് നെസ്റ്റ് ഫംഗസ്. ബേർഡ്സ് നെസ്റ്റ് ഫംഗസ് എന്ന് പറയുന്നത് ഏത് ജീനസിനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ആണുള്ളത്. ഓപ്ഷൻ എ സയാത്തസ്, ഓപ്ഷൻ ബി ജിയാസ്ട്രം, ഓപ്ഷൻ സി മോർച്ചെല്ല, ഓപ്ഷൻ ഡി ഓറിക്കുലേറിയ. നമുക്ക് ഇവിടെ കണ്ടാൽ ഓറിക്കുലേറിയ എന്ന് പറയുന്നത് ജ്യൂസ് ഇയർ മഷ്റൂമിനെയാണ്, അല്ലെങ്കിൽ വുഡ് ഇയർ എന്നൊക്കെ പറയും, വുഡ് ഇയർ മഷ്റൂം എന്നൊക്കെ പറയും, അതിനെയാണ് ഓറിക്കുലേറിയ എന്ന് പറയുന്നത്. നൗ അടുത്തത് മോർച്ചെല്ലയാണ്. മോർച്ചെല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. മോറൽസ് ആർ കാറ്റഗറൈസ്ഡ് ആസ് ദ ജീനസ് മോർച്ചെല്ല. ഇനി ജിയാസ്ട്രം. ജിയാസ്ട്രം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദി എർത്ത് സ്റ്റാർ ഫംഗസ് ഓർ ദി എർത്ത് സ്റ്റാർ മഷ്റൂം ആണ് ജിയാസ്ട്രം എന്ന് പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഇസ് സയാത്തസ് ആണ് നമ്മുടെ ബേർഡ്സ് നെസ്റ്റ് ഫംഗസ് എന്ന് പറയുന്നത്, ബേർഡ്സ് നെസ്റ്റ് ഫംഗസ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സയാത്തസ് is known as bird's nest fungus. അടുത്ത ക്വസ്റ്റ്യൻ
The pteridophyte commonly called as ക്രിസ്മസ് ഫേൺ. ക്രിസ്മസ് ഫേൺ എന്ന് പറയുന്ന ടെറിഡോഫൈറ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഓസ്മണ്ട റിഗാലിസ്, ഓപ്ഷൻ ബി പോളിസ്റ്റിക്കം അക്രോസ്റ്റിക്കോയിഡ്സ്, ഓപ്ഷൻ സി ടെറീഡിയം അക്വിലീനം ആൻഡ് ഓപ്ഷൻ ഡി ഇസ് അസ്പീനിയം ന്യൂഡസ്. നമ്മളിവിടെ നോക്കിയാൽ ഓസ്മണ്ട റീഗാലിസ് എന്ന് പറയുന്നത് ഇസ് നോൺ ആസ് ദി റോയൽ ഫേൺ. റോയൽ ഫേൺ ആണ് ഓസ്മണ്ട റിഗാലിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പോളിസ്റ്റിക്കം അക്രോസ്റ്റിക്കോയിഡസ് ആണ്. അതിനെയാണ് നമ്മുടെ ഈ പറയുന്ന ക്രിസ്മസ് ഫേൺ എന്ന് പറയുന്നത്. ക്രിസ്മസ് ഫേൺ. ക്രിസ്മസ് ഫേൺ ഇസ് ദി പോളിസ്റ്റിക്കം അക്രോസ്റ്റിക്കോയിഡസ്. ഇനി അടുത്ത ഓപ്ഷൻ ഇസ് ടെറീഡിയം അക്വിലീനം. ടെറീഡിയം അക്വിലീനത്തിനെ ബ്രാക്കൻ ഫേൺ എന്നാണ് പറയുന്നത്. ബ്രാക്കൻ ഫേൺ. ആൻഡ് ദ ഓപ്ഷൻ ഡി ഇസ് അസ്പ്ലീനിയം ന്യൂഡസ്. അസ്പ്ലീനിയം ന്യൂഡസ് എന്ന് പറയുന്നത് ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ്. നമ്മൾ ബേർഡ്സ് നെസ്റ്റ് ഫംഗസ് ഇവിടെ കണ്ടു, ദാറ്റ് ഇസ് സയാത്തസ്. ഇവിടെ എന്താണ്? ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ് അസ്പ്ലീനിയം ന്യൂഡസ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ് ദാറ്റ് ഇസ് നോൺ ആസ് ക്രിസ്മസ് ഫേൺ. ക്രിസ്മസ് ഫേൺ എന്ന് പറയുന്നത് പോളിസ്റ്റിക്കം അക്രോസ്റ്റിക്കോയിഡസ് ആണ്. സോ ഹിയർ വി ഹാവ് ദ ആൻസർ ആസ് ഓപ്ഷൻ ബി. അടുത്തത് ജൂലൈ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ബ്രയോഫൈറ്റ് കോമൺലി നോൺ ആസ് പീറ്റ് മോസ്. പീറ്റ് മോസ് എന്ന് പറയുന്നത് ഏത് ബ്രയോഫൈറ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. സ്ഫാഗ്നം, പോളിട്രൈക്കം, കാലോബ്രയം ആൻഡ് പോറല്ല. അപ്പൊ പോറല്ല എന്ന് പറയുന്നത് നമ്മുടെ ബ്രയോഫൈറ്റ് ആണ്. അതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് സ്കെയിൽ വോർട്ട്. സ്കെയിൽ വോർട്ട് അല്ലെങ്കിൽ നമുക്ക് വോൾ സ്കെയിൽ വോർട്ട് എന്നൊക്കെ പറയും ഈ പറയുന്ന പോറല്ലയ്ക്ക്. ഓക്കെ, ഇനി അടുത്തത് കാലോബ്രയം ആണ്. കാലോബ്രയത്തിന് ഇപ്പോ അറിയുന്നത്, കാലോബ്രയം ജീനസ് എന്ന് പറയുന്നത് ഇപ്പൊ അറിയപ്പെടുന്നത് ഹാപ്ലോമെട്രിയം എന്ന് പറയുന്ന ജീനസ് ആയിട്ടാണ്. കാലോബ്രയം is now known as Haplometrium, and this Calobrium or the Haplometrium is known as Hooker's flapwort. Hooker's flapwort എന്നാണ് ഈ പറയുന്ന കാലോബ്രയത്തിനോ അല്ലെങ്കിൽ ഹാപ്ലോമെട്രിയത്തിന് പറയുന്നത്. ഓക്കെ, അതിന്റെ കോമൺ നെയിം ആണ്. ഇനി അടുത്തത് പോളിട്രൈക്കം ആണ്. പോളിട്രൈക്കം ഇസ് നോൺ ആസ് ഹെയർ ക്യാപ്പ് മോസ്. ഹെയർ ക്യാപ്പ് മോസ് എന്നോ അല്ലെങ്കിൽ സിംപ്ലി ഹെയർ മോസ് എന്നോ പറയും. സോ ദ പോളിട്രൈക്കം ഹാവ് ദി കോമൺ നെയിം ആസ് ഹെയർ ക്യാപ്പ് മോസ് ഓർ ഹെയർ മോസ്. ഇനി നമ്മുടെ സ്പാഗ്നം. നമുക്ക് എല്ലാവർക്കും അറിയാം സ്പാഗ്നം ഇസ് നോൺ ആസ് ദി പീറ്റ് മോസ്. അപ്പൊ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, സ്പാഗ്നം ഇസ് നോൺ ആസ് പീറ്റ് മോസ്. അടുത്ത ക്വസ്റ്റ്യൻ ജാനുവരി 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോൺ ആസ് ഫ്രോഗ് സ്പോൺ ആൽഗ. ഫ്രോഗ് സ്പോൺ ആൽഗ എന്ന് അറിയുന്നത് ഏത് ആൽഗൽ ജീനസിനെയാണ്? സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് വോൾവോക്സ് ആണ്. ഓപ്ഷൻ ബി ജെലീഡിയം, ഓപ്ഷൻ സി ഗ്രാസിലേറിയ ആൻഡ് ഓപ്ഷൻ ഡി ബെട്രാക്കോസ്പെർമ. നമ്മൾ നോക്കിയാൽ വോൾവോക്സിനെ അറിയപ്പെടുന്ന കോമൺ നെയിം എന്ന് പറയുന്നത് ഗ്ലോബ് ആൽഗെ എന്നാണ്. നമ്മുടെ വോൾവോക്സിന്റെ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ ആയിട്ടുള്ള ഒരു വട്ടം ബോൾ ഷേപ്പ് ആയതുകൊണ്ടിട്ടാണ് അതിനെ ഗ്ലോബ് ആൽഗെ എന്ന് പറയുന്നത്. അടുത്തത് ജെലീഡിയം ആണ്. ജെലീഡിയം ഇസ് നോൺ ആസ് ജെല്ലിവീഡ് അല്ലെങ്കിൽ അഗാർ സീവീഡ് എന്നൊക്കെ പറയും. ഇറ്റ്സ് നോൺ ആസ് ജെല്ലിവീഡ്. ഇനി ഗ്രാസിലേറിയ ഇസ് നോൺ ആസ് ഐറിഷ് മോസ് ഓർ വി ക്യാൻ കോൾഡ് ആസ് ഓഗോമോസ് എന്നും പറയാറുണ്ട്. ഓപ്ഷൻ ഡി ബെട്രാക്കോസ്പെർമം ആണ്. ദാറ്റ് ഇസ് നോൺ ആസ് ദി ഫ്രോഗ് സ്പോൺ ആൽഗെ. ഫ്രോഗ് സ്പോൺ ആൽഗെ എന്ന് പറയുന്നത് ബെട്രാക്കോസ്പെർമത്തിനെയാണ്. സോ ഹിയർ വി ഹാവ് ദി ആൻസർ ആസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് ജൂലൈ 2022 ജാനുവരി 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നാണ്. രണ്ട് ക്വസ്റ്റ്യൻസ്
നമ്മൾ പറഞ്ഞതുപോലെ കോമൺ നെയിം ആൻഡ് ജീനസ് നെയിം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുക, വർക്ക് ഔട്ട് ബൈ യുവർ സെൽഫ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്, വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഈ പറയുന്ന നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഐഡന്റിഫിക്കേഷൻ ഓഫ് കോമൺ നെയിം അല്ലെങ്കിൽ ജീനസ് നെയിം വെച്ചിട്ട് ഐഡന്റിഫിക്കേഷൻ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ, that is identification of common name or identification of genus name, അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏരിയ ഏതാണെന്ന് നോക്കാം. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ICBNന്റെ ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. സോ ICBN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ന്യൂ പ്ലാന്റ് സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യാൻ നേരത്ത് ഫോളോ ചെയ്യേണ്ട സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ICBN എന്ന് പറയുന്നത്. ICBN there are certain rules and regulations. അത് നമ്മളൊരു ന്യൂ പ്ലാന്റിനെ അല്ലെങ്കിൽ ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. ICBNൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു ടൈപ്പ് സ്പെസിമെൻ? നമ്മൾ ഒരു ന്യൂ പ്ലാന്റ് സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് സ്പെസിമെൻ ആണ് ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ന്യൂ പ്ലാന്റ് സ്പീഷീസിനെ റിലീസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുവാണ്, ആ നേരത്ത് നമ്മളുടെ പ്ലാന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു റെഫറൻസ് സ്പെസിമെൻ ആണ് ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. കോമൺ ആയിട്ടും ടൈപ്പ് സ്പെസിമെൻ വിൽ ബി എ ഹെർബേറിയം. ഒരു പ്ലാന്റിന്റെ ഹെർബേറിയം ആയിരിക്കും കോമൺ ആയിട്ട് നമ്മൾ ടൈപ്പ് സ്പെസിമെൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ന്യൂ പ്ലാന്റിനെ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂ പ്ലാന്റ് ആണെന്ന് പറയാനായിട്ടുള്ള ഓൾ ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഹെർബേറിയം ആയിരിക്കും ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പെസിമെൻ നോക്കാം. അതിൽ ആദ്യത്തേതാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. ഹോളോ ടൈപ്പ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നും ഒരു പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്തു, അതൊരു ന്യൂ സ്പീഷീസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പൊ നമ്മൾ അതിനെ ഒരു സ്പെസിമെൻ ആക്കുവാണ്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന നേരത്ത് യൂസ് ചെയ്യുന്ന ഒറിജിനൽ സ്പെസിമെനെയാണ് ഈ പറയുന്ന ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യുവാണ്, പബ്ലിഷ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യുന്ന ഒറിജിനൽ ഹെർബേറിയം ഷീറ്റിനെയാണ്, എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിരിക്കുന്ന ഹെർബേറിയം ഷീറ്റിനെയാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഹോളോ ടൈപ്പ് മൂന്നാറിൽ നിന്ന് കളക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു ന്യൂ സ്പീഷീസ് നമുക്ക് മൂന്നാറിൽ നിന്ന് കിട്ടി, അതിനെ നമ്മൾ ഒരു ഹെർബേറിയം ഷീറ്റിൽ പ്രിസർവ് ചെയ്തു. ആ ഹെർബേറിയം ഷീറ്റിനെയാണ് നമ്മൾ ഈ പറയുന്ന പബ്ലിഷ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്തത്, അതിനെ നമ്മൾ ഹോളോ ടൈപ്പ് എന്ന് പറയും. പബ്ലിഷ് ചെയ്യാൻ യൂസ് ചെയ്തത് ഹോളോ ടൈപ്പ് ആണ്. അപ്പൊ നമ്മൾ മൂന്നാറിൽ നിന്ന് കളക്ട് ചെയ്തപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ മറ്റ് എന്താ പറയാ ഡ്യൂപ്ലിക്കേറ്റ്സും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വി ഹാവ് ദി ബി സ്പെസിമെൻ, സി സ്പെസിമെൻ, ഡി സ്പെസിമെൻ. എന്താന്ന് വെച്ചാൽ ഇൻ കേസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹെർബേറിയം ആയില്ല എന്നാണെങ്കിൽ ബിനെയോ സിനെയോ ഡിനെയോ ഒക്കെ എടുത്ത് ഹോളോ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ടിട്ടാണ് നമ്മൾ ആ സമയത്ത് കളക്ട് ചെയ്തത്. സെയിം ലൊക്കാലിറ്റിയിൽ നിന്ന് സെയിം ടൈമിലായിരിക്കും കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മൾ പക്ഷെ എനെ തന്നെ എടുത്ത് ഹോളോ ടൈപ്പ് ആക്കി. അപ്പൊ ബി സി ഡി എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഓഫ് ഹോളോ ടൈപ്പ് ആണ്. സോ ഡ്യൂപ്ലിക്കേറ്റ്സ് ഓഫ് ഹോളോ ടൈപ്പ് ഇസ് നോൺ ആസ് ഐസോടൈപ്പ്. സെയിം സ്ഥലത്ത് നിന്നും സെയിം ലൊക്കേഷനിൽ നിന്നും സെയിം ടൈമിൽ കളക്ട് ചെയ്ത ഹോളോ ടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സിനെയാണ് ഐസോടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പാരാടൈപ്പ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു സ്പെസിമെനിനെ എടുത്തു, എ സ്പെസിമെൻ നമുക്ക് ഒരു ഫ്ലവർ ഉള്ള ഒരു സ്പെസിമെൻ ആണെന്ന് വിചാരിക്കുക. ആൻഡ് നമ്മളുടെ ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവറും അതുപോലെ തന്നെ ഒരു ഫ്രൂട്ടിന്റെയും ആവശ്യമുണ്ട്. എന്നാൽ മാത്രമാണ് അതൊരു ന്യൂ സ്പീഷീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് നമുക്ക് ഫ്ലവർ ഒരു ബ്രാഞ്ചിലും ഫ്രൂട്ട് വേറൊരു ബ്രാഞ്ചിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒറ്റ ഹെർബേറിയത്തിൽ അതിനെ രണ്ടിനെയും വെക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് ഹെർബേറിയം ആണ് യൂസ് ചെയ്യുന്നത്, എ ആൻഡ് സേ എഫ് എന്ന് പറയാം. അപ്പോൾ എ ആൻഡ് എഫ് ആണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ പബ്ലിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദിസ് കേസ് നമുക്ക് എ എന്ന് പറയുന്നതിനെ നമ്മൾ ഹോളോ ടൈപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് എഫിനെ നമുക്ക്
ഒരു ന്യൂ സ്പീഷീസ് ആണെന്ന് പറയാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഹെർബേറിയം ആണ് എഫ്. സോ എഫ് ഇസ് കൺസിഡേർഡ് ആസ് എ പാരാടൈപ്പ്. പാരാടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ സ്പെസിമെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒറിജിനൽ പ്ലാന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ഹെർബേറിയം ഷീറ്റിനെയാണ് നമ്മൾ ഈ പറയുന്ന പാരാടൈപ്പ് എന്ന് പറയുന്നത്. പാരാടൈപ്പ് ഒരിക്കലും ഹോളോ ടൈപ്പ് അല്ല, പക്ഷേ ഇറ്റ് ഇസ് നെസസറി ഫോർ പബ്ലിക്കേഷൻ. ഒരു ന്യൂ സ്പീഷീസ് ആണ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഈ ഹെർബേറിയം ആണ് ഈ പറയുന്ന പാരാടൈപ്പ് എന്നുള്ളത്. പക്ഷേ ഹോളോ ടൈപ്പ് അല്ല, ഇറ്റ്സ് എൻ എക്സ്ട്രാ സ്പെസിമെൻ. സെയിം സ്ഥലത്ത് നിന്ന് സെയിം ലൊക്കാലിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇനി അടുത്തത് സിൻ ടൈപ്പ് ആണ്. സിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഹോളോ ടൈപ്പ് നമുക്ക് പ്രസന്റ് അല്ല. ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യാൻ നേരത്ത് ഹോളോ ടൈപ്പ് പ്രസന്റ് അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേതെങ്കിലും ഓതർ കളക്ട് ചെയ്ത മറ്റൊരു സ്പെസിമെന്റിനെ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് സിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലെക്ടോ ടൈപ്പ് ആണ്. ലെക്ടോ ടൈപ്പ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഹോളോ ടൈപ്പ് ഇല്ല, ഒന്നല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് ഡിസ്ട്രോയിഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐസോ ടൈപ്പിൽ നിന്നോ പാരാ ടൈപ്പിൽ നിന്നോ സിൻ ടൈപ്പിൽ നിന്നോ ഹെർബേറിയം എടുത്തിട്ട് ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിയോ ടൈപ്പ് ആണ്. നിയോ ടൈപ്പ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ എടുക്കുന്ന സ്പെസിമെൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഹോളോ ടൈപ്പും ഇല്ല, ഐസോ ടൈപ്പും ഇല്ല, പാരാ ടൈപ്പും ഇല്ല, സിൻ ടൈപ്പും ഇല്ല, ലെക്ടോ ടൈപ്പും ഇല്ല. ഒറിജിനൽ ഓതർ കളക്ട് ചെയ്ത എല്ലാ സ്പെസിമെൻസും നഷ്ടപ്പെട്ടു പോയെങ്കിൽ മറ്റേതെങ്കിലും സ്പെസിമെൻ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഒരു ന്യൂ സ്പീഷീസിനെ പബ്ലിഷ് ചെയ്യണതിനെയാണ് നിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ ഓതർ, ഇപ്പം ഞാനാണ് ഒറിജിനൽ ഓതർ എങ്കിൽ ഞാൻ കളക്ട് ചെയ്ത എല്ലാ എന്താ പറയാ ടൈപ്സും നഷ്ടപ്പെട്ടു പോയി, എല്ലാ ഹെർബേറിയും നഷ്ടപ്പെട്ടു പോയി. ഹോളോ ടൈപ്പ് ഇല്ല, ഐസോ ടൈപ്പ് ഇല്ല, പാരാ ടൈപ്പ് ഇല്ല, സിൻ ടൈപ്പും ഇല്ല, പിന്നെ ലെക്ടോ ടൈപ്പും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ, നമ്മൾ മറ്റേതെങ്കിലും ഓതർ കളക്ട് ചെയ്ത ഒരു സ്പെസിമെൻ എടുത്തിട്ട് അതിനെ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് നിയോ ടൈപ്പ്. ലെക്ടോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐസോ ടൈപ്പിൽ നിന്നോ പാരാ ടൈപ്പിൽ നിന്നോ സിൻ ടൈപ്പിൽ നിന്നോ ആണ് എടുക്കുന്നത്. ഈ നിയോ ടൈപ്പിൽ വരാൻ നേരത്ത് ഈ ഒരു ടൈപ്പ് സ്പെസിമെൻസും അവൈലബിൾ അല്ല. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു സ്പെസിമെൻ അവൈലബിൾ ആയിട്ട് വരുന്നത് ചൂസ് ചെയ്തിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി അടുത്തത് ടോപ്പോ ടൈപ്പ് ആണ്. ടോപ്പോ ടൈപ്പിൽ ഒരു സ്പെസിമെൻസും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ഹോളോ ടൈപ്പും ഐസോ ടൈപ്പും പാരാ ടൈപ്പും സിൻ ടൈപ്പും ലെക്ടോ ടൈപ്പും നിയോ ടൈപ്പും ഒന്നും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്, ഓൾറെഡി ഓതർ ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട്, സെയിം ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് ടോപ്പോ ടൈപ്പ് എന്ന് പറയുന്നത്. സെയിം ലൊക്കേഷനിൽ, ഒറിജിനൽ ലൊക്കേഷനിൽ പോയിട്ട് സ്പെസിമെനെ കളക്ട് ചെയ്ത് ഹെർബേറിയം ആക്കിയിട്ട് പബ്ലിഷ് ചെയ്തതിനെയാണ് ടോപ്പോ ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക ആൻഡ് നമുക്ക് ഈ പറയുന്ന ടൈപ്പ് സ്പെസിമെൻസിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ടൈപ്പ് സ്പെസിമെൻ അല്ലെങ്കിൽ നോമൻക്ലേച്ചറൽ സ്പെസിമെൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫെബ്രുവരി 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്പെസിമെൻ സെലക്ടഡ് ഫ്രം ഒറിജിനൽ മെറ്റീരിയൽ ടു സെർവ് ആസ് നോമൻക്ലേച്ചറൽ ടൈപ്പ് വെൻ ഹോളോ ടൈപ്പ് വാസ് നോട്ട് ഡെസിഗ്നേറ്റഡ്. അവിടെ ഹോളോ ടൈപ്പ് അവൈലബിൾ അല്ല. പക്ഷേ നമ്മൾ ഈ നോമൻക്ലേച്ചറൽ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പെസിമെൻ ഒറിജിനൽ മെറ്റീരിയൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഒറിജിനൽ മെറ്റീരിയൽ എന്ന് പറയാൻ നേരത്ത് എന്തായിരിക്കും, ഒന്നല്ലെങ്കിൽ ഐസോ ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി പാരാ ടൈപ്പ്. പാരാ ടൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഐസോ ടൈപ്പിൽ നിന്നോ എടുത്ത ഒരു ഹെർബേറിയത്തിനെ ആയിരിക്കും നോമൻക്ലേച്ചറൽ ടൈപ്പ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു സ്പെസിമെനെ എന്താണ് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി ഹോളോ ടൈപ്പ്. ഹോളോ ടൈപ്പ് ആണോ, ഹോളോ ടൈപ്പ് ഒറിജിനൽ സ്പെസിമെൻ അല്ലേ, ഹോളോ ടൈപ്പ് അല്ല. ഐസോ ടൈപ്പും അല്ല. ഐസോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. ഇനിയുള്ളത് ലെക്ടോ ടൈപ്പ് ആണ്. ലെക്ടോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോളോ ടൈപ്പ് ഇല്ല, ഇറ്റ് ഇസ് ഐദർ ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ്. ആ ഒരു കേസിൽ നമ്മൾ ഒറിജിനൽ മെറ്റീരിയൽ ആയ ഐസോ ടൈപ്പിൽ നിന്നോ പാരാ ടൈപ്പിൽ നിന്നോ എടുത്ത് ഒരു പ്ലാന്റിനെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ലെക്ടോ ടൈപ്പ്. സോ ഹിയർ വി ഹാവ് ദി ആൻസർ ആസ് ഓപ്ഷൻ സി, ലെക്ടോ ടൈപ്പ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ജൂലൈ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഇസ് എ
is selected as a type specimen. അപ്പോൾ എക്സിനെ ഒരു ടൈപ്പ് സ്പെസിമെൻ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. when no holotype was designated അല്ലെങ്കിൽ no holotype was indicated at the time of publication. പബ്ലിക്കേഷന്റെ ടൈമിൽ ഹോളോടൈപ്പ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നല്ലെങ്കിൽ ഐസോടൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ പാരാടൈപ്പിൽ നിന്നോ നമുക്കൊരു സ്പെസിമെനിനെ എടുത്തിട്ടാണ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഐസോടൈപ്പിൽ നിന്നോ പാരാടൈപ്പിൽ നിന്നോ സ്പെസിമെനെ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഇറ്റ്സ് നോൺ ആസ് ലെക്ടോടൈപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യന്റെ വേറൊരു രീതിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഹിയർ വി ഹാവ് ദ ആൻസർ ആസ് ഓപ്ഷൻ എ, ലെക്ടോടൈപ്പ്. അതായത് എക്സ് എന്ന് പറയുന്ന സ്പെസിമെൻ പബ്ലിഷ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഐസോടൈപ്പിൽ നിന്നോ പാരാടൈപ്പിൽ നിന്നോ ആണ് എടുക്കുന്നത്. കാരണം എന്താണ്? ദർ ഇസ് നോ ഹോളോടൈപ്പ്. ഹോളോടൈപ്പ് ഒന്നല്ലെങ്കിൽ ലോസ്റ്റ് ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാകാം. ആ സമയത്ത് നമ്മൾ ഐസോടൈപ്പിൽ നിന്നോ പാരാടൈപ്പിൽ നിന്നോ എടുത്തിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ആ പബ്ലിഷ് ചെയ്യുന്ന സ്പെസിമെനെ പറയുന്ന പേരാണ് ലെക്ടോടൈപ്പ്. ദാറ്റ് ഇസ് ദ ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ജൂലൈ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. ഇറ്റ്സ് ഈസി. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് ഈ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടോ. ഇത് ജാനുവരി 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ടൈപ്പ് സ്പെസിമെൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയുക സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആദ്യം ഇൻ കേസ് വായിച്ചിട്ട് മനസ്സിലായില്ല എന്നാണെങ്കിൽ മനസ്സിരുത്തി എന്താണ് എന്നുള്ള രീതിയിൽ കൺക്ലൂഷൻ, ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും കൺക്ലൂഷൻ കൊണ്ടുവന്ന് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെക്ടോടൈപ്പിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പം വായിച്ച് മനസ്സിലാക്കി ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക. നമുക്കിനി അടുത്ത ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഏതാന്ന് നോക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മിനറൽ ഡെഫിഷ്യൻസി ആണ്. കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് മൈക്രോ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി ആണ്. ആൻഡ് മാക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. പക്ഷെ കോമൺ ആയിട്ടും റെഗുലർ ആയിട്ട് വരുന്നത് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ആണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് അയൺ, മാംഗനീസ്, ബോറോൺ, സിങ്ക്, കോപ്പർ, മോളിബ്ഡിനം ഡെഫിഷ്യൻസി ആണ്. സോ ആദ്യത്തത് അയൺ ഡെഫിഷ്യൻസി. അയണിന്റെ ഡെഫിഷ്യൻസി കാരണം പ്ലാന്റിൽ ഉണ്ടാവുന്നത് യെല്ലോയിങ് ഓഫ് യങ് ലീവ്സ്, യങ് ലീവ്സിന്റെ യെല്ലോയിങ്ങും അതുപോലെ തന്നെ ഇന്റർവീനൽ ക്ലോറോസിസ്, വെയിൻസിന്റെ ഇടയിൽ ഈ പറയുന്ന യെല്ലോയിങ് അല്ലെങ്കിൽ ക്ലോറോഫിലിന്റെ ഡീഗ്രഡേഷൻ ഒക്കെ നടക്കുന്നതാണ് അയേണിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത്. മാംഗനീസിലും ഏകദേശം സെയിം സിംറ്റംസ് ആണ്, യെല്ലോയിങ് ഓഫ് ദി ലീഫ് വെയിൻസ്, അതുപോലെ സ്പോട്ടിംഗ്, അതുപോലെ സ്റ്റണ്ടഡ് ഗ്രോത്ത്. ബോറോണിന്റെ ഡെഫിഷ്യൻസി കാരണം യങ്ങർ പാർട്ടിന്റെ, പ്ലാന്റിന്റെ യങ്ങർ പാർട്സിന്റെ ഡെത്തും, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഇല്ലായ്മയും, പിന്നെ ഡിസ്കളറേഷൻ ഓഫ് ലീഫ്, റോളിംഗ് ഓഫ് ലീഫ്, ചുരുണ്ട് വരുന്നതൊക്കെ ബോറോൺ ഡെഫിഷ്യൻസി കാരണമാണ്. സിങ്കിന്റെ ഡെഫിഷ്യൻസിയിൽ സ്മോളർ ലീവ്സ് ആയിരിക്കും, സ്റ്റണ്ടഡ് ഗ്രോത്തും ബ്രാഞ്ചിങ് ഒക്കെ കുറവായിരിക്കും. കോപ്പർ ഡെഫിഷ്യൻസിയിലും സ്റ്റണ്ടഡ് ഗ്രോത്ത്, ഡൈ ബാക്ക് ഓഫ് സ്റ്റെം ആൻഡ് ബ്രാഞ്ചസ്. അപ്പോൾ ഓരോ സ്റ്റെമ്മും ബ്രാഞ്ചും ഒക്കെ ടിപ്പിൽ നിന്ന് തന്നെ ഡൈ ആയിട്ട് തുടങ്ങും, ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഡെഡ് ആയി വരുന്ന ഒരു കണ്ടീഷൻ ആണ് കോപ്പർ ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്നത്. മോളിബ്ഡിനം കോസ് ചെയ്യുന്നത് യെല്ലോയിങ് ആൻഡ് കപ്പിംഗ് ഓഫ് ലീഫ് ആണ് മോളിബ്ഡിനം ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാനുവരി 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജാനുവരി 2024 ഈ ന്യൂട്രിയൻസ് ബേസ്ഡ് 4 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇൻ പ്ലാന്റ് വിച്ച് ലീഡ്സ് ടു ഡെവലപ്മെന്റ് ഓഫ് ഇന്റർവീനൽ ക്ലോറോസിസ് ഇൻ യങ് ലീഫ്. ഇന്റർവീനൽ ക്ലോറോസിസ് കോസ് ചെയ്യുന്ന സിംറ്റം ഏത് ഡെഫിഷ്യൻസി കാരണമാണ്, ഏത് മൈക്രോ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയതാണ്, മെയിൻ ആയിട്ടും അയേണിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഈ ഇൻട്രാവീനൽ ക്ലോറോസിസ് ഒക്കർ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ മാംഗനീസിന്റെ ഡെഫിഷ്യൻസിക്കും ഈ പറയുന്ന ഇൻട്രാവീനൽ ക്ലോറോസിസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ഓപ്ഷനും കറക്റ്റ് ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മൈക്രോന്യൂട്രിയൻ എസെൻഷ്യൽ ഫോർ നൈട്രജൻ ഫിക്സേഷൻ ഇൻ ലെഗ്യൂമിനസ് പ്ലാന്റ്. ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ
നൈട്രജൻ ഫിക്സേഷന് യൂസ് ചെയ്യുന്ന മൈക്രോ ന്യൂട്രിയന്റ് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ബോറോൺ, മോളിബ്ഡിനം, സിങ്ക് ആൻഡ് കോപ്പർ ആണ് കോമൺ ആയിട്ട് ഈ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൈട്രജൻ ഫിക്സേഷനിൽ വരുന്ന എൻസൈം ആണ് നൈട്രോജനേസ് എൻസൈം. നൈട്രോജനേസ് എൻസൈമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് മോളിബ്ഡിനം. നമ്മൾ അയൺ സൾഫർ ക്ലസ്റ്ററും അതുപോലെ അയൺ മോളിബ്ഡിനം ക്ലസ്റ്ററും ആണ് ഈ നൈട്രോജനേസ് എൻസൈമിന്റെ സ്ട്രക്ചറിൽ ഉള്ളത്. അപ്പൊ മോളിബ്ഡിനം ആണ് നൈട്രജൻ ഫിക്സേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മൈക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത്. സോ ഹിയർ വി ഹാവ് ദ കറക്റ്റ് ആൻസർ ആസ് ഓപ്ഷൻ ബി. 2024 ജാനുവരി ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റ് 2 ക്വസ്റ്റ്യനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും ഈ മൈക്രോ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസിയും അതുപോലെ മൈക്രോ ന്യൂട്രിയന്റ് എസെൻഷ്യാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾ സോൾവ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, സിമ്പിൾ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റിൽ നിന്നൊക്കെ വരുന്നതുമാണ്. സോ ജസ്റ്റ് റെഫർ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ജൂലൈ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ഈ പറയുന്ന നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെഫിഷ്യൻസി കാരണം ഈ പറയുന്ന സിംറ്റംസ് കോസ് ചെയ്യുന്നുണ്ട്. അത് ഏത് മൈക്രോ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് പ്ലാന്റിൽ ഈ സിംറ്റംസ് വരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്തത് ജാനുവരി 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ബേസിക്കലി മാക്രോ ന്യൂട്രിയന്റ് ആണ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മാക്രോ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി ആണ്. സോ ഇതും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് ഇതിന്റെ ആൻസറും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ജൂലൈ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പൊട്ടാഷ്യം, അതായത് ഒരു മാക്രോ ന്യൂട്രിയന്റ് ആണ് പൊട്ടാഷ്യം. അപ്പൊ മാക്രോ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനും തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പം മിനറൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മിനറൽ ഡെഫിഷ്യൻസി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. സോ പഠിക്കുമ്പോൾ അതും കൂടെ റെഫർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്രോമോസോമൽ എബറേഷൻസ് ആണ്. ക്രോമോസോമൽ എബറേഷൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ട്രൈസോമി 21s, അതായത് 21ാമത്തെ ക്രോമോസോമിൽ ട്രൈസോമി ഉണ്ട്, അതിനെന്താ പറയുന്നതെന്ന്. അപ്പം ടേർണർ സിൻഡ്രോം, ക്രൈഡുചാറ്റ് സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം ആൻഡ് എഡ്വേർഡ് സിൻഡ്രോം ആണ് ഓപ്ഷൻസിൽ നമുക്ക് തന്നിട്ടുള്ളത്. ടർണർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഫീമെയിൽസിലാണ് പ്രസന്റ് ആയിട്ട് വരുന്നത്. ഫീമെയിൽസിൽ ജനറലി രണ്ട് എക്സ് ക്രോമോസോംസ് ആണ് പ്രസന്റ് ആവുന്നത്. ടർണർ സിൻഡ്രോം ഉള്ള ഫീമെയിൽസിൽ ഒരു എക്സ് ക്രോമോസോം ആബ്സെന്റ് ആയിരിക്കും. ദർ വിൽ ബി ഓൺലി എ സിംഗിൾ എക്സ് ക്രോമോസോം. അങ്ങനെയുള്ള കണ്ടീഷൻ കോസ് ചെയ്യുന്നതാണ് ടർണർ സിൻഡ്രോം. അടുത്തത് ക്രൈഡുചാറ്റ് സിൻഡ്രോം. ക്രൈഡുചാറ്റ് സിൻഡ്രോം ഇസ് ഓൾസോ നോൺ ആസ് 5p സിൻഡ്രോം. 5p സിൻഡ്രോം എന്നും ക്രൈഡുചാറ്റിനെ പറയും. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ക്രോമോസോം 5ന്റെ ഷോർട്ട് ആം ഡിലീറ്റ് ആയി പോകും. ഷോർട്ട് ആം ഡിലീറ്റ് ആവുന്ന ഒരു കേസിനെയാണ് ക്രൈഡുചാറ്റ് സിൻഡ്രോം കോസ് ചെയ്യുന്നത്. അടുത്തത് ഡൗൺ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി ഓഫ് 21st ക്രോമോസോം ആണ്. 21st ക്രോമോസോമിൽ നമുക്ക് 3 പെയർ ഓഫ് ക്രോമോസോം കാണാൻ സാധിക്കും. പെയർ അല്ല, 3 ക്രോമോസോം കാണാൻ സാധിക്കും. നോർമലി ഒരു 2n കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ബട്ട് നമ്മൾ 21st ക്രോമോസോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 എണ്ണം കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സിൻഡ്രോം ആണ് ഡൗൺ സിൻഡ്രോം. അടുത്തത് എഡ്വേർഡ് സിൻഡ്രോം ആണ്. എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി ഓഫ് 18th ക്രോമോസോം ആണ്. 18ാമത്തെ ക്രോമോസോം എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 3 കോപ്പി കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ട്രൈസോമി ഇൻ 18th ക്രോമോസോം ദാറ്റ് കോസസ് എഡ്വേർഡ് സിൻഡ്രോം. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ട്രൈസോമി ഓഫ് 21st ക്രോമോസോം ആണ്. 21st ക്രോമോസോമിൽ ട്രൈസോമി വന്നു കഴിഞ്ഞാൽ ഇറ്റ് കോസ് ദി ഡൗൺ സിൻഡ്രോം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫെബ്രുവരി 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിപ്ലോയിഡ് ഓർഗാനിസം വിത്ത് ആൻ എക്സ്ട്രാ ക്രോമോസോം. എക്സ്ട്രാ ക്രോമോസോം ഉള്ള ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന് എന്താണ് പറയുന്നത്?
ആൻഡ് ഫസ്റ്റ് കേസിലെ ഓപ്ഷൻ എന്ന് പറയുന്നത് മോണോസോമിയാണ്. മോണോസോമി എന്ന് പറയാൻ നേരത്ത് നോർമലി ഒരു സെല്ലിൽ നമുക്ക് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണെങ്കിൽ 2 ക്രോമോസോം പ്രസന്റ് ആയിരിക്കും. മോണോസോമി എന്ന് പറയാൻ നേരത്ത് ഒരു സെല്ലിൽ ഏതെങ്കിലും ഒരു ക്രോമോസോം ഉണ്ടാവില്ല, ഇത് ആബ്സെന്റ് ആയിരിക്കും. അങ്ങനെ സിംഗിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സിംഗിൾ കോപ്പി ഓഫ് എ ക്രോമോസോം ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു കേസിനെയാണ് മോണോസോമി എന്ന് പറയുന്നത്. അടുത്തത് നള്ളിസോമിയാണ്. നള്ളിസോമിയും ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹോമോലോഗസ് പെയേഴ്സ് വിൽ ബി മിസ്സിംഗ്. അപ്പൊ ഹോമോലോഗസ് പെയേഴ്സ് മിസ്സിംഗ് ആവുന്ന കേസിൽ നോർമലി 2n കണ്ടീഷൻ ആയിരിക്കും. അപ്പം ഇപ്പോ നമുക്ക് ഒരു സെല്ലിന്റെ അകത്ത് ദർ വിൽ ബി ഡിഫറെന്റ് ക്രോമോസോംസ്. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഒരു പെയർ മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകും. മോണോസോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം, ഒരു പെയറിൽ നിന്ന് ഒരെണ്ണമാണ് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ നള്ളിസോമിയിൽ 2 എണ്ണവും നഷ്ടപ്പെട്ടു പോകും. 2 of the chromosome will be deleted or any irregularity വരും. അങ്ങനെ 2n-2 കണ്ടീഷൻ ആണ് നള്ളിസോമിയിൽ വരുന്നത്. അടുത്തത് ട്രൈസോമിയാണ്. ട്രൈസോമി എന്ന് പറയുന്നത് മറ്റൊരു ജനറ്റിക് കണ്ടീഷൻ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ കോപ്പി ഓഫ് എ ക്രോമോസോം ഉണ്ടാവും. നമ്മുടെ സെല്ലിൽ 1, 2 എല്ലാത്തിലും പെയർ കണ്ടീഷൻ ആണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ കോപ്പി 3 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ കോപ്പി കണ്ടീഷൻ വരുന്നതിനെയാണ് ട്രൈസോമി എന്ന് പറയുന്നത്. അടുത്തത് മോണോപ്ലോയിഡി ആണ്. മോണോപ്ലോയിഡി എന്ന് പറയാൻ നേരത്ത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും, ഡിപ്ലോയിഡ് അല്ല. N എന്ന് പറയുന്ന ക്രോമോസോം നമ്പർ ആയിരിക്കും ആ ഓർഗാനിസത്തിൽ ഉണ്ടാവുന്നത്. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഡിപ്ലോയിഡ് ഓർഗാനിസം വിത്ത് ആൻ എക്സ്ട്രാ ക്രോമോസോം എന്ന് പറയുന്ന കണ്ടീഷൻ ആണ്. അതിനെയാണ് ട്രൈസോമി എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ വി ഹാവ് ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്തത് ജൂലൈ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രോമോസോമൽ അബറേഷൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ജാനുവരി 2022 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും ഫിലാഡൽഫിയ ക്രോമോസോം ഡിറ്റക്റ്റഡ് ഇൻ മാലിഗ്നന്റ് സെൽസ് ഓഫ് ക്രോണിക് മൈലോജീനസ് ലുക്കീമിയ. പേഷ്യന്റ് the result of translocation between chromosome number. ഈ പറയുന്ന മാലിഗ്നന്റ് സെൽ ലുക്കേമിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കുവാണ്. പക്ഷെ ഫിലാഡൽഫിയ ക്രോമോസോം എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. അത് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വിച്ച് ക്രോമോസോം ആണ് ഫിലാഡൽഫിയ ക്രോമോസോം കോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുക. നമുക്ക് അടുത്ത കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് ബേസിക്കലി ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എവിടെയാണ്, നാഷണൽ പാർക്സ് എവിടെയാണ്, അങ്ങനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫെബ്രുവരി 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Headquarters of National Biodiversity Authority is at. എവിടെയാണ് ഹെഡ്ക്വാർട്ടർ ഓഫ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ആൻസർ ഇസ് ചെന്നൈ. ചെന്നൈയിലാണ് നമ്മുടെ ഇന്ത്യയിലുള്ള നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അടുത്തത് ജാനുവരി 2024 ഒരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയേഴ്സ് ഓഫ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് ലൊക്കേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ബൊട്ടാനിക്കൽ ഗാർഡനും തന്നിട്ടുണ്ട്, അതുപോലെ ഇവരുടെ ലൊക്കേഷനും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടും ഐഡന്റിഫൈ ചെയ്തിട്ട് ഏതാണ് കറക്റ്റ് എന്നുള്ളത് നോക്കണം. ആദ്യത്തത് ലോയിഡ്സ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. അതിന്റെ മാച്ച് ആയിട്ട് തന്നിരിക്കുന്നത് സിക്കിം ആണ്. അതൊരു ഫോൾസ് പെയർ ആണ്. ലോയിഡ്സ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഡാർജിലിംഗിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു റോങ് പെയർ ആണ്. അടുത്തത് നാഷണൽ ബൊട്ടാനിക്കൽ ഗാർഡൻ, അത് കറക്റ്റ് ആണ്. ഇറ്റ്സ് ലൊക്കേറ്റഡ് അറ്റ് ലക്നൗ. ഇനി ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ കൊൽക്കത്ത, അതും കറക്റ്റ് ആണ്. ഇനി ഉള്ളത് ഡെസേർട്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. ഡെസേർട്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ മൊറോക്കോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ US, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ആൻഡ് ഫിയോണിക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന ഡെസേർട്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പെയറും കോമ്പിനേഷനും റോങ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 2ഉം 3യുമാണ്. സോ
In option D we have 2 and 3. അപ്പോൾ correctly match ആയിട്ടുള്ളത് 2 and 3 ആണ്. So here we have the answer as option B, 2 and 3 as the correct option. അടുത്ത ക്വസ്റ്റ്യനും ജാനുവരി 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് കാണാം വൈൽഡ് ലൈഫ് സാഞ്ചുറീസും അതിന്റെ ലൊക്കേഷനായ പല ഡിസ്ട്രിക്റ്റും കേരളത്തിലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും കറക്റ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയേഴ്സ് ഇൻ ടേംസ് ഓഫ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ആൻഡ് ഡിസ്ട്രിക്ട് ഫ്രം കേരള. ആദ്യത്തത് പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറി തിരുവനന്തപുരം, അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് മാച്ച് ചെയ്യുന്നത്. റാണിപുരം വൈൽഡ് ലൈഫ് സാഞ്ചുറി കാസർഗോഡ്, അതും കറക്റ്റ് മാച്ച് തന്നെയാണ്. കരിമ്പുഴ വൈൽഡ് ലൈഫ് സാഞ്ചുറി മലപ്പുറം, അതും കറക്റ്റ് പെയറാണ്. കുറിഞ്ഞിമല സാഞ്ചുറി ഇൻ ഇടുക്കി, അതും കറക്റ്റ് പെയറാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 and 4 ആർ കറക്റ്റ്ലി മാച്ച്ഡ്. അതായത് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് കൊടുത്തിരിക്കുന്ന ഡിസ്ട്രിക്റ്റുകളിൽ തന്നെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, 1, 2, 3 and 4 ഇസ് കറക്റ്റ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസും നമ്മുടെ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതും നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. ഇവിടെ ജൂലൈ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബേസ്ഡ് ഓൺ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അപ്പൊ നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻസും നോക്കുക. അതിനോടൊപ്പം തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ റെഫർ ചെയ്യുക. ഇത് ജാനുവരി 2023 വൈൽഡ് ലൈഫ് ബേസ് ചെയ്ത് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ബേസ് ചെയ്തിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ സോൾവ് ചെയ്യണം. അടുത്തത് ജൂലൈ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബേസ്ഡ് ഓൺ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഈ ക്വസ്റ്റ്യനും നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. സെറ്റ് പേപ്പർ 2 ബോട്ടണിനെ കൺസിഡർ ചെയ്യാൻ നേരത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് വളരെ കുറവാണ്. 1, 2 ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. ലൈക്ക് ദാറ്റ് ഓഫ് ഫാദർ ഓഫ് എത്തനോബോട്ടണി, ഹു കോയിൻഡ് ദ ടേം എത്തനോബോട്ടണി, അല്ലെങ്കിൽ ഫാദർ ഓഫ് ലൈക്കനോളജി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്നത്. അല്ലാതെ സെയിം ഏരിയകളിൽ നിന്നും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളിൽ നിന്നും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 5 ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. അതുപോലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയകൾ ഏതെല്ലാമാണെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതും റെഫർ ചെയ്യുക. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകൾ ഏതെല്ലാമാണെന്ന് നോക്കി അത് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ വരാനിരിക്കുന്ന എക്സാമിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫ്രം ടോസ് അക്കാഡമി ആൻഡ് താങ്ക് യു.